CPM നേതാവ് KJ ഷൈനിനെതിരായ അപവാദ പ്രചാരണ കേസിൽ ഗോപാലകൃഷ്ണനും KM ഷാജഹാനും ഒളിവിലാണ്. കൊണ്ടോട്ടി അബു എന്ന സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഉടമ യാസർ എടപ്പാളിനെയും കേസിൽ പ്രതി ചേർത്തു. കോൺഗ്രസ് നേതാവ് CK ഗോപാലകൃഷ്ണന്റെ പറവൂരിലെ വീട്ടിൽ നിന്ന് ഫോൺ പിടിച്ചെടുത്തിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. സൈബർ ഗുണ്ടകളെ പോറ്റുന്നതാര് എന്നാണ് ഹോട്ട് യാൻ ടോക്ക് ചോദിക്കുന്നത്. അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ, ഒപ്പം കോൺഗ്രസ് നേതാവ് വസന്ത് തെങ്ങുംപള്ളി, ഇവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് മായാകൃഷ്ണനിലേക്ക് പോയാൽ, അഡ്വക്കേറ്റ് മായ, ഇപ്പോൾ ഈ പറഞ്ഞ കൊണ്ടോട്ടി അബു, ഈ കേസിൽ പ്രതി ചേർത്തിട്ടുള്ള വ്യക്തി, ഈ വ്യക്തിക്കെതിരെ കഴിഞ്ഞ ദിവസം സൈബർ പോലീസിൽ സംസാരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. എൻ്റെയും ഒരു സുഹൃത്തിൻ്റെയും ചിത്രം വച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസിൽ ഇരയായ പെൺകുട്ടിയെ കണ്ട മാധ്യമപ്രവർത്തകയും ഇരയും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തിനെ ആ കേസിൽ ഇരയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ, പ്രത്യേകിച്ച് കേസിലും കൂട്ടത്തിനും താല്പര്യമില്ലാത്തത് കാരണം പോലീസിനോട് പറഞ്ഞ് ആ വീഡിയോ റിമൂവ് ചെയ്തു. അപ്പോഴാണ് പോലീസ് പറയുന്നത് ഈ വ്യക്തിക്കെതിരെ 8 കേസുകളാണ് ഈ കേസിൽ മാത്രം, ഈ ബന്ധപ്പെട്ട കേസുകളിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന്. അപ്പോൾ ഈ കേസുകൾ ഒരു തരത്തിലും സൈബർ ക്രിമിനലുകളെ തകർക്കുന്നില്ല, അവരെ തിരുത്തുന്നില്ല എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ. ഇവരുടെ സ്വൈരവിഹാരത്തിന് ഒരു ഘട്ടത്തിലും ഈ കേസുകൾ ഒരു തടസ്സമാകുന്നില്ല എന്ന് വേണ്ടേ വർദ്ധിച്ചു വരുന്ന ഈ കേസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവരുടെ ചാനലിന് റീച്ച് കിട്ടുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ വഴിയാണ് എന്നിപ്പോൾ ഞാനത് കണ്ടിരുന്നു. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലൊരു വീഡിയോ വരുന്നതും അത് ഫേക്കായിട്ടുള്ള ന്യൂസുകൾ പടച്ചു വിടുന്നത് വഴി ഉണ്ടാകുന്ന റീച്ചാണ് പ്രൊഫഷൻ എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അത് പ്രൊഫഷൻ എന്നല്ലല്ലോ, അവരുടെ അത്തരത്തിലെ സൈബർ ഇടങ്ങൾക്കകത്ത് വന്ന് നിന്ന് എന്തും സംസാരിക്കാം, എന്തും ചെയ്യാം. വീഡിയോ ഇപ്പോൾ നമ്മൾ ഈ ഷൈൻ ടീച്ചറുടെ ഇഷ്യൂവിൻ്റെ അകത്ത് ഇപ്പോൾ KM ഷാജഹാൻ്റെ വീഡിയോ അടക്കം ഒരു ചാനലിൽ വന്നിരുന്നിട്ട്, അവരുടെ ഒരു യൂട്യൂബ് ചാനലിൽ, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നിട്ട് ഇത്തരം വൃത്തികേട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വൃത്തികേട് അത് ഞാൻ എൻ്റെ വ്യൂവേഴ്സിനെ നോക്കുമ്പോൾ 1,00,000 അന്ന് നോക്കുന്നത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു മിനിഞ്ഞാന്ന് മറ്റെയാണ് നോക്കുന്നത്, 1,30,000 വ്യൂവേഴ്സ്. അപ്പോൾ ഇവർക്ക് ഇത്തരം വ്യൂവേഴ്സ് ഉണ്ടാകുന്നത് വഴി ഇവർ ഈ ചെയ്യുന്നത് എന്തോ വലിയ നല്ല കാര്യമാണെന്നും, കേസ് ഉണ്ടായാൽ ആ കേസിനെ നടത്താനായിട്ടുള്ള തരം പ്രൊഫഷനായിട്ട് ഈ വ്യൂവേഴ്സ് ഈ പണിയെ ഇവർ ചെയ്യുന്നതിനെ സാധൂകരിക്കുന്നുണ്ട് എന്നൊക്കെ ആയിരിക്കാം ചിന്തിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് സൈബർ കേസുകൾക്കകത്ത് ഇപ്പോൾ ഇത് ആർക്കെതിരെയാണെങ്കിലും, ഇപ്പോൾ ലക്ഷ്മിക്കെതിരെ വന്നു, ഷൈൻ ടീച്ചർക്കെതിരെ വന്നു, ഇതിനു മുമ്പ് ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്ന് പറയുന്ന സമയത്ത് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പോസ്റ്റിൻ്റെ ഇടയിൽ വരുന്നു, ഷൈല ടീച്ചറിന് നേരെ വരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പ്രതികരിച്ച ഉമാ തോമസ് MLA-ക്കെതിരെ, ശ്രീമതി ഉമാ തോമസ് MLA-ക്കെതിരെ വരുന്നു. അപ്പോൾ ആർക്കെതിരെയും ഇത്തരത്തിൽ ചെയ്യാം, ഇത്തരത്തിൽ പറയാം, അതിനെ കൈയടിക്കാൻ കുറേ ആളുകൾ ഉണ്ടാകുമെന്നുള്ളത് വേറെ തരത്തിൽ. പണ്ട് കാലത്ത് നമ്മൾ കേട്ടിട്ടില്ലേ, വഴിയിലെ കലിങ്ങിൻ്റെ സൈഡിലിരുന്ന് സ്ത്രീകൾ പോകുന്ന സമയത്ത് അശ്ലീലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പുതിയ വെർഷൻ ഇതൊരു അശ്ലീല കവലകളായിട്ട് ഇവർ രൂപീകരിക്കുകയും ഈ അശ്ലീല കവലയിൽ അതേ മാനസികാവസ്ഥയുള്ള കുറേ ആളുകൾ പോയിരുന്ന് കൈയടിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നേരത്തെ പറഞ്ഞതിലേക്ക് ഞാൻ വരാം. കൃത്യമായിട്ടുള്ള നിയമങ്ങൾ, ഇപ്പോൾ BNS-ൻ്റെ വകുപ്പുകൾ, ഔട്ട്റേജിങ് മോഡസ്റ്റി അടക്കമുള്ള വകുപ്പുകൾ, സ്റ്റോക്കിംഗ് അടക്കമുള്ള വകുപ്പുകൾ, 67 അടക്കമുള്ള IT ആക്ടിലെ വകുപ്പുകൾ എനിക്കൊന്നും കുറച്ചും കൂടി സ്ട്രോങ് ആക്കേണ്ടതുണ്ട് എന്നും, IT ആക്ടിൽ ഇപ്പോൾ സൈബർ ക്രൈമുകളെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് ഇത് ഏത് IP അഡ്രസ്സിൽ നിന്ന് വരുന്നു എന്നത് നോക്കിക്കൊണ്ട് അത്തരത്തിൽ കൃത്യമായിട്ട് നിയമ സംവിധാനത്തിൻ്റെ അകത്ത് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ വിങ് തന്നെ നമ്മൾ രൂപീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം വർദ്ധിച്ചു വരുന്ന, പണ്ട് നമ്മൾ വഴിയിൽ നിൽക്കുമ്പോൾ മാത്രം എന്ന് വിചാരിച്ചിരുന്നത്, ഇപ്പോൾ അത് ഏതിടം, ഇപ്പോൾ സ്റ്റോക്കിംഗ് ആവട്ടെ, ഇത്തരത്തിലുള്ള ക്രൈമുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഭിപ്രായം പറയുന്ന, ഇടപെടുന്ന, ഇപ്പോൾ ലക്ഷ്മിക്കെതിരെ വന്ന ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന വിഷയത്തിൻ്റെ അകത്ത് അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാണല്ലോ. അപ്പോൾ അഭിപ്രായം പറയുന്ന, വ്യക്തമായി സ്റ്റാൻഡുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് നേരെ ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ പറ്റുന്ന ഒരു ഇടം അവരുടെ കയ്യിലുണ്ട്. നേരത്തെ വഴിയിൽ കലിങ്കിൽ നിന്ന് 4 പേര് കേൾക്കുന്നു എന്നതിനപ്പുറം സൈബർ ഇടത്തിൽ ഇതിന് ഓഡിയൻസും കൂടി ഉണ്ട്
എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ വ്യൂവേഴ്സ് എത്രയുണ്ട് എന്ന് ഞാൻ എടുത്ത് നോക്കാനുണ്ടായ ഒരു സാഹചര്യം അതാണ്. ഇത്രയും 1 ലക്ഷം പേരൊക്കെ കാണുകയും ഇതിൻ്റെ അടിയിലൊക്കെ വരുന്ന കമൻറ്റ്, ഇപ്പം നമ്മുടെ ഈ ചർച്ച കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതേ മാനസികാവസ്ഥയുള്ള ആളുകളുണ്ട്. അപ്പോൾ ക്രൈമിൻ്റെ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നതും ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതും അതിൽ ശിക്ഷ നടപ്പാക്കുന്നതും ഒക്കെ എന്നതിനോടൊപ്പം തന്നെ മനുഷ്യൻ്റെ മാനസിക അവസ്ഥയെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷൻ കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരു തരം വിദ്യാഭ്യാസവും ഇല്ലാത്ത അഥവാ എഡ്യൂക്കേറ്റഡ് ആണ് നമ്മൾ പറയുന്ന എഡ്യൂക്കേഷൻ നേടി എന്ന് പറയുന്ന ആളുകൾ, അതായത് നമ്മുടെ അക്കാദമിക് നിലവാരത്തിൽ എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് നമ്മൾ പറയുന്ന ആളുകളും ഇത്തരത്തിൽ വരുമ്പോൾ മനുഷ്യനോട് എങ്ങനെ പെരുമാറണമെന്നും മനുഷ്യനോട് റെസ്പെക്റ്റോടുകൂടി ഈക്വൽ റെസ്പെക്റ്റോടുകൂടി ഒക്കെ പെരുമാറുക എന്നതിന് ഭയങ്കരമായിട്ട് നിരക്ഷരരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അത്തരം നിരക്ഷരരായിട്ടുള്ള ആളുകളെ സാക്ഷരരാക്കാനായിട്ടുള്ള പണി കൂടി നമ്മൾ ചെയ്യേണ്ടി നടത്തുന്ന ഓരോ ഇടപെടലും അത്തരം പണിയാണെന്ന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അത്തരത്തിൽ പണി കുറച്ചും കൂടി നമ്മളും സ്ട്രോങ് ആക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് കേസ് കൊടുക്കുന്നതും ഈ പറയുന്ന സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗം തന്നെയാണ്. കേസ് കൊടുത്തില്ല എങ്കിൽ ഇതൊരു കുറ്റകൃത്യമാണെന്ന് അവർക്ക് മനസ്സിലാവില്ലല്ലോ. അതിനെ തുടർന്ന് അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നതും നമ്മൾ ഈ പറയുന്ന ഈ യജ്ഞത്തിൽ പങ്കാളികളാകുകയാണ്. നമ്മൾ ഇത്തരത്തിൽ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്ന നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ വലിയ പരിതാപകരമാണ്. അത് ഇടപെടാൻ നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ വായടച്ച് മിണ്ടാതെ വീട്ടിൽ പോയി അകത്ത് കയറി ഇരിക്കൂ. ഇനി അകത്തിരുന്നാലും വലിയ രക്ഷയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അകത്ത് പോയി ഇരിക്കൂ എന്നുള്ള മെസ്സേജാണ് ഈ പറയുന്ന ആളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വൃത്തികേട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഷൈൻ ടീച്ചർ നല്ലൊരു മോഡലാണെന്ന് ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യം അതാണ്. കാരണം ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് ഒതുക്കിക്കളയാമെന്ന് വിചാരിച്ചവരോട് തിരിഞ്ഞു നിന്നിട്ട് നന്നായി ഈ വിഷയത്തെ സംസാരിക്കുകയും എഡ്യൂക്കേഷൻ നടത്തുക എന്ന വളരെ കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റാൻഡോട് കൂടി നിന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ആശാവഹമായിട്ടുള്ളൊരു കാര്യമാണ്. തീർത്തും അഭിനന്ദനാർഹം തന്നെയാണ് അഡ്വക്കേറ്റ് മായ. താങ്കൾ പറഞ്ഞ പോലെ പഴയ കാലത്ത് കലിങ്കിൽ ഇരുന്നവരുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം പഴയ കാലത്ത് കലിങ്കിൽ ഇരുന്നവർക്ക് ഇത്തരം ഒരു സമ്മർദ്ദ ശക്തിയാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവർ നടത്തുന്ന ഈ വൃത്തികേടുകൾ, അഭിപ്രായ രൂപീകരണം, ഇതെല്ലാം തന്നെ നേതാക്കന്മാരെ പോലും സ്വാധീനിക്കുന്ന വിധത്തിലാണ്. പല നേതാക്കന്മാർക്കും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പോലും കഴിയാത്ത സാഹചര്യം ഈ സൈബർ ആക്രമണം കൊണ്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. നമുക്കറിയാം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഏത് തരത്തിലാണ് സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെട്ടത് എന്ന്. അപ്പോൾ അതിൽ കൂടുതൽ ഇനിയിപ്പോൾ വേറൊന്നും പറയേണ്ടതില്ല എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു തീവ്രത സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. അഡ്വക്കേറ്റ് മായയിലേക്ക് തിരിച്ചെത്താം. അഡ്വക്കേറ്റ് വസന്ത തെങ്ങമള്ളി, ഈ വിഷയത്തിൽ പ്രധാനമായും ആദ്യമായി പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, ഷൈൻ ടീച്ചറുടെ വിഷയത്തിൽ ആദ്യമായി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പറവൂർ മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് പറയുന്നത്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ നടപടികളെ കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊതുയിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവർക്ക് നേരെ സൈബർ സ്പേസിലാണെങ്കിലും വെളിയിലാണെങ്കിലും അടിസ്ഥാനരഹിതമായ, അണ്ടർലൈനിങ് ദ വേർഡ്, അടിസ്ഥാനരഹിതമായ ഏത് ആരോപണവും ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ അങ്ങ് ചൂളിപ്പിച്ച് കളഞ്ഞേക്കാം എന്നുള്ള നിലപാട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ നിലപാടുകാരെ മുഴുവൻ റദ്ദു ചെയ്യുകയാണ് കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും ചെയ്യുന്നത്. ഈ കേസിലും അങ്ങനെ തന്നെയാണ്. ഇനി അങ്ങ് ചോദിക്കുന്ന കേസിൽ പറവൂരിലെക്കാരന്റെ പോസ്റ്റ് 1 മാസം മുമ്പുള്ളതാണ്. അതിൽ ഷൈൻ ടീച്ചറിനെ പരാമർശിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഷൈൻ ടീച്ചർ അല്ലെങ്കിൽ മറ്റാരെയാണ് പരാമർശിച്ചത്, അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് വ്യക്തത വരുത്തേണ്ടത് അദ്ദേഹം തന്നെയാണ്. അത് പോലീസ് അന്വേഷണം നടക്കുകയാണല്ലോ. പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഷൈൻ ടീച്ചറിന്റെ വിഷയം വരുമ്പോൾ എല്ലാത്തിനെയും അങ്ങ് ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട്, എല്ലാത്തിനെയും ജനറലൈസ് ചെയ്തുകൊണ്ട് ഇതാ ഞങ്ങൾ ഈ വലിയ സ്ത്രീ സംരക്ഷകരാണ്, സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന സ്ത്രീപക്ഷമായ, സ്ത്രീവിരുദ്ധമായ എല്ലാത്തിനുമെതിരെ തിരിഞ്ഞു നിന്ന് ആരാടാ എന്ന് ചോദിക്കുന്നത് ഞങ്ങളാണ് എന്ന് CPM പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ പൊതുമനസാക്ഷിക്കുണ്ട്, കോൺഗ്രസിനല്ല. ഷൈൻ ടീച്ചറിന്റെ വീടിന്റെ പേര് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് ഓർമ്മ എന്നാണ്. അപ്പൊ CPM നേതാക്കൾക്കും ഷൈൻ ടീച്ചറിനും ചില ഓർമ്മകൾ വേണം. നോക്കൂ, ഉമ്മൻചാണ്ടിയുടെ മകളുമായി ബന്ധപ്പെട്ട്, അച്ചു ഉമ്മനുമായി ബന്ധപ്പെട്ട് ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സൈബർ ഗുണ്ടായിസം നടന്ന സമയം ഞങ്ങൾ നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ പോലീസിന്. ഈ ദ്രുതഗതിയിലുള്ള അന്വേഷണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവിടെ ചാണ്ടിയുമ്മൻ MLA ആയിട്ട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞു, ഇതുവരെ ആ കേസിന്റെ പുരോഗതി ഉണ്ടായിട്ടില്ല. ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവൻ വിദേശത്തു നിന്ന് കയ്യിൽ കുറച്ച് പൈസയുമായി വന്ന് നാട്ടിൽ 4 പേർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയപ്പോൾ
അന്ന് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ആന്തൂർ നഗരസഭയുടെ അധ്യക്ഷയായിരിക്കുന്ന സ്ഥലത്ത് അവൻ കൈക്കൂലി കൊടുക്കാൻ തയ്യാറല്ലാത്തതിന്റെ പേരിൽ ഈ കയറിൽ കെട്ടിത്തൂങ്ങേണ്ടി വന്നതിന്റെ പിറ്റേന്ന് ഇവിടുത്തെ സൈബർ ഗുണ്ടകളല്ല കേട്ടോ, മുഖമില്ലാത്ത സൈബർ സ്പേസുകളല്ല, മറിച്ച് ദേശാഭിമാനി എന്ന് പറയുന്ന ചരിത്രം പേറുന്ന പത്രം അതിന്റെ പിറ്റേ ദിവസം ആന്തൂർ സാജന്റെ ഭാര്യയെ പറ്റി അവിഹിത കഥ എഴുതി വിട്ടു. അതിൽ പരാതി ഉണ്ടായി. ആന്തൂർ സാജന്റെ ഭാര്യ നേരിട്ട് പരാതി കൊടുത്തു ഇവിടുത്തെ പോലീസിന്. എന്താ ദേശാഭിമാനിക്കെതിരെ ഒരു FIR വിട്ടിട്ടുണ്ടോ? ദേശാഭിമാനി പത്രത്തിന് അത് തിരുത്തേണ്ടി വന്നിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ CD തേടിപ്പോയത് ലക്ഷ്മിയെ ഞാൻ കുറ്റപ്പെടുത്തിയല്ല, പക്ഷെ ലക്ഷ്മി അടക്കമുള്ള മാധ്യമങ്ങൾക്ക് അതിൽ പങ്കുണ്ട്. അപ്പൊ സൈബർ സ്പേസ് മാത്രമല്ല, നമ്മളുടെ എല്ലാവരുടെയും പൊതു ചിന്താഗതി മാറണം. അതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അർദ്ധവാർത്തകളുടെ അയ്യരുകൾ നടത്തുന്നതിൽ ന്യൂസ് മലയാളത്തെ കുറ്റപ്പെടുത്തിയല്ല ഞാൻ. പക്ഷെ വൈകുന്നേരങ്ങളിലെ ന്യൂസ് സർക്കസുകളിലേക്ക് കിട്ടിയത് ഏതാണ്, കിട്ടിയതിന്റെ പാതിയുണ്ടോ അറ്റമുണ്ടോ എന്ന് നോക്കാതെ അത് കൊട്ടിഘോഷിച്ച് ആ മാതൃക കാണിക്കുന്നതിൽ മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ട്. ഷൈൻ ടീച്ചർ അടക്കം, ലക്ഷ്മി അടക്കം, കോൺഗ്രസിലെ ഉമാ തോമസ് അടക്കം, കോൺഗ്രസോ CPM ഓ BJP എന്നൊന്നുമില്ല, പൊതുവിടങ്ങളിൽ ഉള്ളതല്ല, വീടിനുള്ളിലാണെങ്കിൽ പോലും ഒരു സ്ത്രീ, ആ സ്ത്രീ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം നേരിടേണ്ടവളല്ല എന്ന ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത്. ആ കാര്യത്തിൽ ആരെയും സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറല്ല, ആരെയും പൊതിഞ്ഞു പിടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ ഞങ്ങളാണ് ഇതിന്റെ എല്ലാം മൊത്തക്കച്ചവടക്കാർ, ഞങ്ങളാണ് ഇതിന്റെ എല്ലാം സംരക്ഷകർ എന്ന രീതിയിൽ ചില ചെന്നായിക്കൂട്ടം അവിടെ നിന്ന് ഓരിയിടാൻ തുടങ്ങിയാൽ, അല്ല നിങ്ങൾ കാണിച്ച പണി ഇതിനേക്കാൾ ക്രൂരമായിരുന്നു എന്ന് പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് സൂചിപ്പിക്കുകയും തീർച്ചയായും സൈബർ ഇടങ്ങളിലുള്ള അധിക്ഷേപത്തിന് എല്ലാ പാർട്ടിയിലുള്ളവരും ഒരേപോലെ പങ്കുകാരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സൈബർ ഗുണ്ടകൾക്ക് അത്തരത്തിൽ സൈബർ ഗുണ്ടകളെ പോറ്റുന്നതിൽ ആരും തന്നെ പിന്നിലല്ല എന്നുള്ളത് നമുക്ക് മുന്നിലുള്ള കേസുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. വസന്ത് വളരെ സെൻസിബിളാണ് ഈ കാര്യത്തിൽ, ഷൈൻ ടീച്ചറിന്റെ അടക്കം കാര്യത്തിൽ സംസാരിക്കുന്നത്. എങ്കിൽ പോലും കോൺഗ്രസിലെ പല യുവ നേതാക്കളും നമ്മൾ അവരിൽ നിന്നൊന്നും ഒരിക്കൽ പോലും അത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അത്തരം പരാമർശങ്ങളോ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിനകത്തെ പല യുവ നേതാക്കളും ഈ കാര്യത്തിൽ ദ്വയാർത്ഥം വച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ആ പോസ്റ്റിനെ വീണ്ടും വീണ്ടും ന്യായീകരിക്കുന്നവരെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഡോക്ടർ ജിൻഡോ ജോണിനെ പോലുള്ള ആളുകളിൽ നിന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അത്തരം പ്രതികരണങ്ങൾ. അതെന്തുകൊണ്ടാണ്? അത് ഈ സൈബർ ഗുണ്ടകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതല്ലേ, വളം വെച്ച് കൊടുക്കുന്നതല്ലേ വസന്ത്? അല്ല നോക്കൂ ലക്ഷ്മി, ജിൻഡോ ഇട്ട പോസ്റ്റുമായി ബന്ധപ്പെട്ട് ജിൻഡോ നടത്തിയ എല്ലാ പ്രതികരണങ്ങളിലും ആ പോസ്റ്റിനെ അദ്ദേഹം ഓൺ ചെയ്യുകയാണ്. അതായത് ആ പോസ്റ്റ് ഇടുന്നത് അദ്ദേഹം പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ആ പോസ്റ്റിൽ കാര്യമുണ്ടെന്ന് അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അതിൻ്റെ അകത്ത് എന്തെങ്കിലും പരാതി ഷൈൻ ടീച്ചറിനുണ്ടെങ്കിൽ അത് അന്വേഷണ വിധേയമാക്കട്ടെ. അപ്പൊ പോലീസിന് മുമ്പാകെ ആ കേസ് വരട്ടെ. ജിൻഡോയെ പ്രതി ചേർത്തിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ് ആ പോസ്റ്റിന്റെ അടിസ്ഥാന വസ്തുത? അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ബേസ്ലെസ് ആർഗ്യുമെന്റ് ആണോ അല്ലയോ എന്നത് വെളിവാക്കപ്പെടേണ്ടതാണ്. അത് അങ്ങനെ അല്ല എന്ന് ആ പോസ്റ്റ്മാൻ, അതായത് ഡോക്ടർ ജിൻഡോ ജോൺ തന്നെ അത് പറയുമ്പോൾ ഇനി അങ്ങനെ അല്ല, അതിൻ്റെ അകത്ത് അടിസ്ഥാനരഹിതമാണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് അതർ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. ഈ ചർച്ചയിൽ മറ്റൊരു അഭിഭാഷക കൂടി ഉണ്ടല്ലോ. അപ്പൊ അവർ ജിൻഡോയ്ക്കെതിരെ കേസ് കൊടുക്കട്ടെ എന്ന നിലപാടാണ് എനിക്കുള്ളത്. ജിൻഡോയെ പ്രതി ചേർക്കാൻ പോലീസിന് സാധിച്ചിട്ടുമില്ല. പക്ഷേ വളരെ കൃത്യമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ ഷൈൻ ടീച്ചറിന്റെ ആരോപണം, ഷൈൻ ടീച്ചറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത് വെളിയിലേക്ക് വന്നത് CPM-നുള്ളിലെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായാണ് എന്നാണ് ഞങ്ങളുടെ ആരോപണം. അത് അന്വേഷിക്കണ്ടേ? എവിടെ നിന്നാണ്? അങ്ങനെയാണെങ്കിൽ ഒരു പൊതുപ്രവർത്തകയ്ക്കെതിരെ ഈ തരത്തിൽ ആരോപണം വരുന്നു, അത് CPM-നകത്തെ വിഭാഗീയത മൂലം അങ്ങനെ ഒരു ആരോപണം വരുന്നെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് വളരെ സ്ട്രെയിറ്റായി ആവശ്യപ്പെടാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ലേ നമുക്ക് മുന്നിൽ ഉള്ളത്? അതിനെന്തിനാണ് ഇങ്ങനെ കുത്തുവാക്കുകൾ വെച്ചുകൊണ്ട്, അശ്ലീല പരാമർശങ്ങൾ വെച്ചുകൊണ്ട്, ദ്വയാർത്ഥം സൂചിപ്പിക്കുന്ന പോസ്റ്റുകളൊക്കെ ഇടുന്നത്? അത് ശരിയായ രാഷ്ട്രീയമാണോ എന്നുള്ളതാണ് ചോദ്യം. ലക്ഷ്മി പത്മ നോക്കൂ, ആദ്യമായി ഇത് വലിയ ഓഡിയൻസിനെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹാൻഡിലിൽ നിന്ന് ഈ വാർത്ത വെളിയിൽ വരുന്നത് KM ഷാജഹാന്റെയാണ്. KM ഷാജഹാൻ ആരാണ്? VS പിണറായി പോരിന്റെ കാലത്ത് VS-ന്റെ പക്ഷത്ത് അടിയുറച്ച ആളാണ്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ പിണറായി വിജയന്റെ ബദ്ധ ശത്രുവാണ്. അപ്പോ ആ KM ഷാജഹാനെതിരെ പോലീസ് കേസെടുത്തു. അവസാന ഘട്ടത്തിൽ ഒരു രക്ഷയുമില്ലാതെ വരുമ്പോൾ കേസെടുക്കുകയാണ്. പക്ഷെ ഒളിവിലിരിക്കുന്ന ഷാജഹാൻ ഇന്നലെയും പോസ്റ്റ് ഇടാൻ പറ്റി. ഇവിടത്തെ പോലീസിന് എന്താണ് പണി? ഇന്നലെ ഷാജഹാൻ പോസ്റ്റ് ഇട്ടില്ലേ? ആ
ആരുടെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പിക്കൊണ്ടാണ് അല്ലെങ്കിൽ ആരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കെ.എം. ഷാജഹാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇന്നലെയും അദ്ദേഹത്തിന്റെ വീഡിയോ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ സൈബർ ഹാൻഡിലുകളിൽ വന്നു കഴിഞ്ഞു. ഏത് ഒളിവിലിരിക്കുന്നു എന്ന് പോലീസ് പറയുന്ന, കോടതിയിൽ അദ്ദേഹം ഒളിവിലാണ്, പിടികിട്ടാപ്പുള്ളിയാണ് എന്ന് പോലീസ് തന്നെ നേരിട്ട് പറയുന്ന, CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളെ അധിക്ഷേപിച്ച ഒരാൾക്ക് ഇതേ കേരളത്തിൽ ആ അധിക്ഷേപം തുടരുന്ന രീതിയിൽ അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾക്ക് പിന്നീട് കണ്ടിന്യൂറ്റി ഉണ്ടാവുന്ന രീതിയിൽ മറ്റൊരു വീഡിയോ ഇടാൻ പറ്റുന്നെങ്കിൽ ഇവിടുത്തെ പോലീസ് സംവിധാനം എവിടെയാണെന്ന്, ഈ ആഭ്യന്തര വകുപ്പ് അമ്പേ പരാജയമാണ് എന്ന് ഷൈൻ ടീച്ചർ മനസ്സിലാക്കണ്ടേ? ഇന്നലെ ഞാൻ കാണുകയാണ് അവരുടെ ഒരു ബൈറ്റ്. എനിക്ക് വലിയ അഭിമാനം തോന്നുന്നു കേരളത്തിലെ സ്ത്രീകളെ പറ്റിയെന്ന്. അച്ചൂമ്മൻ കേരളത്തിലെ സ്ത്രീയല്ല, മറിയാമ്മൻ കേരളത്തിലെ സ്ത്രീയല്ല, ആന്തൂർ സാജന്റെ ഭാര്യ കേരളത്തിലെ സ്ത്രീയല്ല, മറിയക്കുട്ടി ചേർത്തി കേരളത്തിലെ സ്ത്രീയല്ല. അതൊക്കെ പോട്ടെ, ഇപ്പൊ ഏറ്റവും കുറഞ്ഞ പക്ഷം ഷൈൻ ടീച്ചറെങ്കിലും കേരളത്തിലെ സ്ത്രീ സമൂഹമായി ഈ പോലീസ് അംഗീകരിച്ചല്ലോ, അത് നല്ല കാര്യം. പക്ഷേ ആ അംഗീകരിച്ച ഷൈൻ ടീച്ചറിന് നീതി മേടിച്ചു കൊടുക്കണ്ടേ ഇവിടുത്തെ പോലീസ്, ഇവിടുത്തെ പിണറായി വിജയൻ, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ്? അത് നീതി നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവർ പറയുന്ന ഈ അനീതി തുടർന്നുകൊണ്ടിരിക്കുന്ന കെ.എം. ഷാജഹാൻ ഇന്നലെ പോസ്റ്റ് ഇട്ടു. അപ്പൊ പോലീസിന് ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യാൻ സാധിച്ചത്? പോലീസിൽ വിശ്വാസം അർപ്പിക്കാൻ ഷൈൻ ടീച്ചറിനെ പോലെ എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു CPM-ലെ വനിതാ നേതാവിന് നീതി നടപ്പിലാക്കാൻ കൊടുക്കാൻ പറ്റാത്ത പോലീസിനെ സാധാരണക്കാരായ ഏത് സ്ത്രീക്കാണ് വിശ്വസിച്ച് പരാതിയുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്? ഇപ്പൊ അങ്ങ് പറഞ്ഞു അങ്ങ് പരാതി കൊടുത്തില്ല എന്ന്. ഞാൻ അങ്ങേ തിരുത്തുകയല്ല, എങ്കിലും പരാതി കൊടുക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ, അത് ഏത് സ്ത്രീയാണെങ്കിലും. പക്ഷേ അങ്ങടക്കം അങ്ങനെ പരാതി കൊടുക്കാൻ തുടങ്ങിയാൽ ഓരോ ദിവസവും നമ്മൾക്ക് ഈ പരാതിക്ക് പുറകെ നടക്കാനേ സത്യത്തിൽ നേരം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ചിലതിനെ അവഗണിച്ചു വിടുക, ചിലതിനെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുക, ചിലതിൽ പരാതിയുമായി മുന്നോട്ട് പോകുക, അങ്ങനെ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. തീർത്തും പരാതി കൊടുക്കാതെ ഇരിക്കുന്നില്ല ഈ വിഷയങ്ങളിൽ, പരാതി കൊടുക്കുന്നുണ്ട്. പരാതി കൊടുക്കുമ്പോൾ കൗണ്ടർ കേസുകൾ വരുന്നുണ്ട്. ആ കൗണ്ടർ കേസിൽ കൂടി ഇന്ന് മൊഴി കൊടുത്തിട്ട് നിൽക്കുകയാണ് വസന്ത്. പക്ഷേ കെ.എം. ഷാജഹാന്റെ വീഡിയോ ഷെയർ ചെയ്തതിൽ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ യുവ നേതാക്കന്മാർ അവരുടെ ഭാഗത്ത് നിന്ന് ഇതൊട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല എന്നുള്ള കാര്യം വീണ്ടും ആവർത്തിച്ചു പറയുന്നു. ഏതായാലും താങ്കൾ ആ നിലപാട് സ്വീകരിക്കാത്തതിൽ കൂടി താങ്കൾ ഈ ഘട്ടത്തിൽ അഭിനന്ദനം അർഹിക്കുമെന്നുമുണ്ട്. കാരണം സൈബർ വെട്ടുകിളികളുടെ പിന്തുണയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും എന്ത് വൃത്തികെട്ട പരാമർശവും ഏറ്റുപിടിക്കാൻ പല നേതാക്കന്മാരും ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ദുഃഖകരമായ വസ്തുത കൂടി നമുക്ക് മുന്നിലുണ്ട്. വസന്തിലേക്ക് ഞാൻ തിരിച്ചെത്താം. അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഈ ഒളിവിലുണ്ട് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇരുന്ന് വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുകയാണ്. അതൊക്കെയാണ് ഈ നാട്ടിൽ എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ പോയാലും ഇത്രയൊക്കെ ഉള്ളൂ എന്ന് അവർക്കെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, അല്ലേ? അല്ല, അത് മറ്റേ അവസാനിക്കാൻ പോകുന്ന ഒരാളിക്കത്തലായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. കാര്യം ഇതുപോലെ ഒരു കേസ് ഇതിനു മുമ്പും ഇദ്ദേഹം വന്നിട്ട് മാപ്പ് പറഞ്ഞിട്ടുള്ള ഇൻസിഡൻറ്റുകൾ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് മാപ്പ് പറയാനും കേസ് നടത്തിക്കൊണ്ട് പോകാനും, ഇപ്പോൾ ബാർ കൗൺസിലിൽ ഇതിനു മുമ്പ് ഒരു ജഡ്ജിക്കെതിരെ പരാമർശം വന്ന സമയത്ത് മിസ്കോണ്ടക്റ്റ് ആണ് എന്ന് കണ്ടുപിടിച്ചൊരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കകത്ത് വളരെ കൃത്യമായിട്ട് ആൾക്ക് നേരെ പോലീസിൻ്റെ ഭാഗത്തു നിന്നാവട്ടെ അല്ലെങ്കിൽ അതോറിറ്റികളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള അത്തരം വിമർശനങ്ങൾ, അത്തരം ഇടപെടലുകൾ, അത്തരം ഫൈൻഡിങ്സുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വീണ്ടും ഇത് തന്നെ ചെയ്യുന്നു. അദ്ദേഹം അതിലെ വീണ്ടും ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഈ വീഡിയോയിൽ ഉപയോഗിച്ച വാക്ക് ലക്ഷ്മി ഞാനും ഒക്കെ അടങ്ങുന്ന സ്ത്രീകൾ കൂടി കണ്ടിട്ടുള്ള വാക്കുകളാണ്. സ്ത്രീകളെന്നല്ല, മര്യാദയ്ക്ക് ചിന്തിക്കുന്ന അത്യാവശ്യം അന്തസ്സുള്ള മനുഷ്യർക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ഒന്നും അല്ല അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം ലാംഗ്വേജിലൊക്കെ ഉപയോഗിക്കാനും ഒരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടു പോകുന്നു എന്ന് പറയുന്ന ആളിൻ്റെ ഒരു തരം ഒക്കെ നമുക്ക് മനസ്സിലായി. അത് ഏത് അവസ്ഥയിൽ, ഏത് താണാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് എന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഒരാളുടെ സംസാരം അയാളെ പ്രൂവ് ചെയ്യുന്നു എന്നത് ഇയാളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കേരളത്തിലെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ കൃത്യമായിട്ട് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഷാജഹാൻ ഏതെങ്കിലും ഈ കേസിൻ്റെ അകത്ത് വെറുതെ പോവില്ല. പിന്നെ രണ്ടാമത് ലക്ഷ്മി അദ്ദേഹത്തോട്, കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ഉന്നയിച്ച ഒരു കാര്യം ഞാനും വീണ്ടും ചോദിക്കുകയാണ്. കാരണം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു ചർച്ചയിലിരിക്കുന്ന സമയത്ത് ജിൻഡോ എന്ന് പറയുന്ന അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ വീണ്ടും ന്യായീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ
വൈഫിനെതിരെ അതിൻ്റെ താഴെ വന്ന് സംസാരിക്കും. ഇന്ന് പുള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ കണ്ടു. അപ്പോൾ ആ വൈഫിനെതിരെയൊക്കെ സംസാരിക്കുന്ന എനിക്ക് കുടുംബമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ള മനുഷ്യരുടെ കുടുംബത്തിൻ്റെ അകത്തേക്ക് കയറി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പൊതുപ്രവർത്തനമാണ് എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒരു കൂട്ടം കൂടിയാണ് ഈ പറയുന്ന ആളുകളെന്നാണല്ലോ. ഈ സൈബർ വെട്ടുകിളികൾക്ക് പോട്ടെ, അവർക്ക് മുഖമില്ലാതെയും തോന്നുമ്പോൾ തോന്നുന്നത് വന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തനം ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ വന്ന് നിന്നിട്ട് സംസാരിക്കുമ്പോൾ നമുക്കൊരു എങ്ങനെയാണ് നമ്മളൊരു പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടത്? നാളെ നിയമനിർമ്മാണ സഭയിൽ അടക്കം എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകളാണല്ലോ ഇവരെല്ലാം തന്നെ. കാരണം ഏത് സമയത്തും എല്ലാ പാർട്ടികളും ഇവിടെ മത്സരത്തിന് നിൽക്കുകയും കാൻഡിഡേറ്റുകളായി വരികയും ഒക്കെ ചെയ്യുന്ന ഉള്ള ജനാധിപത്യ സംവിധാനത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ നിയമം നിർമ്മിക്കുകയടക്കം ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ട തലങ്ങളിലേക്കൊക്കെ എത്താൻ വേണ്ടി ഒക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ വന്ന് നിന്നിട്ട് ഈ പറയുന്ന ഒരു നിയമത്തിൻ്റെ അകത്ത് കുറ്റകൃത്യം എന്ന് പറയുന്ന ഒരു കാര്യം ഒരു കൃത്യമായിട്ട് ഒരു കുടുംബമായി ജീവിക്കുന്ന ഒരു സ്ത്രീയെയും ആ സ്ഥലത്ത് ഒരു MLA-യും ചേർത്തുകൊണ്ട് ഏതോ ഒരാൾ അയാൾക്ക് ഉത്തരവാദിത്തമില്ലാതെ അയാൾ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് വന്നിട്ട് വീണ്ടും അത് പോസ്റ്റ് ഇടുകയും അതിൽ ഏറ്റവും മോശമായ ലാംഗ്വേജ് ഉപയോഗിക്കുകയും അതിൻ്റെ അകത്ത് എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ വളരെ തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. നമ്മൾ അതും കൂടി ആലോചിക്കണം. അതായത് നമ്മൾ തുല്യതയെക്കുറിച്ച് സംസാരിക്കുന്ന ഇതൊക്കെ ഇപ്പോഴും പുതിയ ആളുകൾക്ക്, പഴയ ആളുകൾക്കാണ് ഇതൊന്നും മനസ്സിലാവാത്തത്. പുതിയ ആളുകൾക്ക് ഈ ജെൻഡർ പൊളിറ്റിക്സ് ഒക്കെ വളരെ നന്നായി അറിയാമെന്ന് നമ്മൾ തിരിഞ്ഞു നിന്ന് പഴയ തലമുറയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ തലമുറയിൽപ്പെട്ട ഒരാൾ വന്ന് നിന്നിട്ട് ഇത്രയും അസഭ്യം കലർന്നിട്ടുള്ള പോലത്തെ ലാംഗ്വേജിൻ്റെ അകത്ത് നിന്നിട്ട് ഇവരെല്ലാവരും വന്ന് നിന്ന് ഉപയോഗിക്കുകയാണ്. ഇത് എന്തോ ഒരു, അതായത് അവിടെ ഇന്ത്യ മുന്നണിയുടെ നേതാവായി നിന്നുകൊണ്ട് വോട്ട് ചേർക്കുന്നതിനെ കുറിച്ചൊക്കെ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് നിന്നിട്ട് വിപ്ലവം എന്ന നിലയിൽ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഇത്തരം പോസ്റ്റുകൾ ഇടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സത്യത്തിൽ കാണുമ്പോൾ അയ്യേ എന്നാണ് തോന്നുന്നത്. അപ്പം സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് എപ്പോഴും പറയാറുള്ള രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു പാർട്ടിയിലെ യുവ നേതാവിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. യുവ നേതാക്കളിൽ നിന്ന് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപാട് നേതാക്കന്മാർ പോസ്റ്റ് ഇട്ടിരിക്കുന്ന കണ്ടിരുന്നു. ഇത് എല്ലാ പാർട്ടികളിലും ഉണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്ക് കോൺഗ്രസ് പാർട്ടിയിലേക്ക് മാത്രമായി ചുരുക്കാൻ കഴിയില്ല. ഈ സൈബർ ഗുണ്ടകളെ ഈ രീതിയിൽ പോറ്റി വളർത്തുന്നതിൽ എല്ലാ പാർട്ടികൾക്കും ഉത്തരവാദിത്തം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അഡ്വക്കേറ്റ് മായ കൃഷ്ണ, ഇതിനകത്ത് എന്താണ് ശരിക്കും പ്രശ്നം? 66A വകുപ്പ് റദ്ദ് ചെയ്തതാണോ ഇവർക്കൊക്കെ ഇങ്ങനെ സ്വൈരവിഹാരം നടത്തുവാനുള്ള ഒരു ബലമായി തീർന്നിരിക്കുന്നത്? എന്താണ് ഈ കേസുകൾക്ക് സംഭവിക്കുന്ന ഗതി? എന്താണ് ഇവർക്കൊന്നും എളുപ്പത്തിൽ ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയുന്ന, സ്വൈരവിഹാരം നടത്താൻ കഴിയുന്ന, വീണ്ടും വീണ്ടും ഈ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ആ മനഃശാസ്ത്രം എന്താണ് ശരിക്കും? അതിൽ നമ്മൾ 66A എന്ന് പറയുന്നത് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷണലി നിൽക്കാത്തൊരു വകുപ്പായതുകൊണ്ടാണ് സുപ്രീം കോടതി അതെടുത്ത് മാറ്റിയിട്ടുള്ളത്. അത് പോയത് കൊണ്ടൊന്നും അല്ല ലക്ഷ്മി. ഇപ്പോൾ 67 ഉണ്ട്, ഔട്ട്റേജിങ് മോഡസ്റ്റിയുടെ. ഇപ്പോൾ നേരത്തെ 354 ആയിരുന്നത് ഇപ്പോൾ 78, 79. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഷൈൻ ടീച്ചറിൻ്റെ കേസിൻ്റെ അടക്കം 78, സെക്ഷൻ 78, സെക്ഷൻ 79, 67 ഒക്കെയാണ് ഇട്ടിട്ടുള്ളത്. കേസിൻ്റെ ഗ്രാവിറ്റിയുടെ പ്രശ്നമാണ് ഇതെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ വധശിക്ഷ കിട്ടുന്ന കേസിൻ്റെ അകത്ത് അടക്കം ഈ ക്രൈം ഇവിടെ കുറയുന്നൊന്നും ല്ലോ. അതല്ല, ഇതൊരു മനഃശാസ്ത്രമാണ് ഇതിങ്ങനെ ചെയ്യാം എന്നുള്ളത്. അത് ഇനി പാർട്ടിയിൽ നിന്ന് പാർട്ടിയിലേക്കാണെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല കേട്ടോ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂവിൻ്റെ അകത്ത് ശ്രീമതി ഉമാ തോമസ് MLA-ക്കെതിരെ നടത്തിയിട്ടുള്ള സൈബർ ആക്രമണം നടത്തിയിട്ടുള്ളത് വെട്ടുകിളിക്കൂട്ടം ഏതിൽ നിന്നുള്ളതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇത് അഭിപ്രായം പറയുന്ന സ്ത്രീകൾക്ക് നേരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയും ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ അത് ഇന്ന പാർട്ടിയിൽ നിന്ന് അപ്പുറത്തെ പാർട്ടിയിലേക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. ഇത് വരുമ്പോൾ ഒരു ഗ്രൂപ്പാകും. അതിൽ ഈ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഈ വെട്ടുകിളിക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം ഒരേപോലെ തന്നെയായിട്ട് വരും. അതായത് ഈ തെറി വിളിക്കുക, അസഭ്യം പറയുക എന്നത് പണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ? ട്രെയിനിൻ്റെ അകത്തൊക്കെ എഴുതി വെച്ചിട്ട്, നമ്പർ എഴുതി വെച്ചിട്ട് അവരുടെ ഈ പറയുന്ന മനോനില തെറ്റിയിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ മനോനിലയോട് കൂടിയിട്ട് ഏത് തരം ലെവലിലും നിന്ന് സംസാരിക്കാൻ പറ്റുന്ന, നമുക്ക് ചിലപ്പോൾ അറപ്പ് തോന്നുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് അങ്ങനെ നടത്തുന്ന ആളുകളെ കൂടി തിരുത്താൻ
ശേഷിയുള്ള ഒരു തലമുറയായി നമ്മൾ മാറേണ്ടതില്ലേ? ഈ പറയുന്ന പുതിയ നയിക്കാൻ വേണ്ടി പൊതുപ്രവർത്തനം എന്നത് പൊതു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമെന്ന് കൂടിയാണല്ലോ. അപ്പോൾ അത്തരം പൊതുവിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ കല്ലെറിയാനായിട്ട് ബുള്ളിയിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്ന വിധത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തരുത് എന്നതാണ് നമ്മൾക്ക് ഒന്നാമതായിട്ട് ആവശ്യപ്പെടാനുള്ള കാര്യം. രണ്ട്, ഇപ്പോൾ ഇത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അടക്കം വളരെ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തണം. സൈബർ ലോ കുറച്ചും കൂടി സ്ട്രോങ് ആയി, ഇപ്പോൾ ഈ 66A പോയി എന്നുള്ളതൊരു ഇഷ്യൂ ഉണ്ട്. സൈബർ ലോ കുറേയും കൂടി സ്ട്രോങ് ആവേണ്ടതുണ്ട്. കാരണം നേരത്തെയുള്ള സ്ഥിതിയല്ല, ഗാഡ്ജറ്റ് യൂസ് ചെയ്യാത്ത, സൈബർ ലോകത്തിൻ്റെ അകത്ത് നിൽക്കാത്ത കുട്ടികളടക്കം ഇവരെല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ 18 വയസ്സിന് താഴെ ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ പോലും എല്ലാവരും നമുക്കറിയാം ഇത്തരത്തിലുള്ള ഉപയോഗങ്ങൾക്കകത്തുണ്ട്. അപ്പോൾ ഇത് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, മിസ്യൂസ് ചെയ്യപ്പെടുന്നത്, ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നത്, ചീറ്റിംഗ് അടക്കമുള്ള ഒഫൻസുകളിൽ ചെന്ന് വീഴുന്നത്, ഇത്തരം കാര്യങ്ങളെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന തക്ക സൈബർ ലോ നമുക്ക് ഉണ്ടാവേണ്ടത് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ആവശ്യപ്പെടേണ്ട സംഗതി തന്നെയാണ്. തീർച്ചയായും. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വെട്ടുകിളി കൂട്ടത്തെ തള്ളിപ്പറയുവാൻ നേതൃത്വങ്ങൾക്ക് കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ്? അതിനകത്ത് VD സതീശൻ എടുത്തിട്ടുള്ള മാതൃകാപരമായ നിലപാട് തന്നെയാണ്, നമ്മളത് പ്രശംസിച്ചേ മതിയാകൂ. പക്ഷേ അദ്ദേഹം ആ നിലപാട് സ്വീകരിച്ചപ്പോഴും ആർക്കെതിരെയും സൈബർ ആക്രമണം പാടില്ല എന്നൊക്കെ അദ്ദേഹം പലതവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്ന് പറഞ്ഞു. പക്ഷേ അത്ര ഉറച്ച സ്വരം മറ്റൊരു നേതാവിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. മാത്രമല്ല, ആ പറഞ്ഞ VD സതീഷിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതാണ് കണ്ടത്. എന്തുകൊണ്ടാണ് നേതാക്കന്മാർക്ക് ഈ വെട്ടുകിളികളെ, സൈബർ ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്തത്? ഞങ്ങളുടെ ആളുകളല്ല ഇവർ എന്ന് ഉറപ്പിച്ചു പറയാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്കില്ലാതെ പോകുന്നത്? ലക്ഷ്മി, നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ച് കേരള സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പറയുക PCCയുടെ അധ്യക്ഷനും CLP ലീഡറുമാണ്. CLP ലീഡർ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവാണല്ലോ. PCC അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫാണ്. ഇവർ രണ്ടുപേരും ഈ സൈബർ അറ്റാക്കുകളെ റദ്ദ് ചെയ്തിട്ടുണ്ട്. അത് വളരെ കൃത്യമായി കണിശമായ ഭാഷയിൽ റദ്ദ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ സൈബർ അറ്റാക്കുകൾ നടക്കുക എന്ന് പറയുന്നത് ആരുടെയും കൺട്രോളിലല്ല എന്നത് CPM-നെ സംബന്ധിച്ച്, ഈ CPM-ലെ സൈബർ ഗ്രൂപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. അത് പാർട്ടിയെ പോലെ തന്നെ അതൊരു കേഡർ സിസ്റ്റമാണ്. അവർക്ക് സ്വിച്ച് ഇട്ട പോലെ കാര്യങ്ങൾ ഓടിക്കാനും സ്വിച്ച് ഇട്ട പോലെ കാര്യങ്ങൾ നിർത്താനും സാധിക്കും. പക്ഷെ കോൺഗ്രസിന് ആ പാർട്ടിയുടേതായിട്ടുള്ള ഒരു കോൺഗ്രസ് പാർട്ടിയുടേതായിട്ടുള്ള ജെനിസ് കോൺഗ്രസ് സൈബർ ടീമിനുമുണ്ട്. സൈബർ ടീം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിന്റെ അനുഭാവികളാണ് കൂടുതലും. അതൊരു ജനക്കൂട്ടമാണ്. അതിലേക്ക് എന്തെങ്കിലും ഇൻജക്ട് ചെയ്ത് പറയിപ്പിക്കാനോ ഡിഫ്യൂസ് ചെയ്യാനോ അത് അത്ര CPM-ന് സാധിക്കുന്ന പോലെ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ഇതൊരു കുറച്ച് നേതാക്കന്മാർ അവരുടെ വരുതിയിലാക്കി വയ്ക്കുന്നുണ്ടോ? അതാണോ പ്രശ്നം? അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ലക്ഷ്മി. സൈബർ സ്പേസിൽ സംസാരിക്കുന്നത് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ പാർട്ടി ഇൻജക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ സംസാരിക്കുന്നത് പൂർണ്ണമായി. അതിൽ പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് കൃത്യമായ രീതിയിലും. പക്ഷെ ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ അഡ്വക്കേറ്റ് ഞാൻ സംശയിക്കുന്ന ഒരു കാര്യം പറയട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പോലും പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു കാര്യത്തെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ പോലും, ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറയാൻ പോലും ഒരു യുവ നേതാവ് പോലും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അത് ഭയന്നിട്ട് തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വനിതാ നേതാക്കന്മാരുടെ അവസ്ഥ നോക്കുക. അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയല്ലേ ചെയ്യുന്നത്? ലക്ഷ്മി, നോക്കൂ, കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാ കാലത്തും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗാന്ധി നിർത്തിയ സ്ഥാനാർത്ഥിയെ ACC പ്രസിഡന്റ് സ്ഥാനത്ത് എതിർ സ്ഥാനാർത്ഥി വന്ന് തോൽപ്പിച്ച പാർട്ടിയാണിത്. അതുകൊണ്ട് സ്വാഭാവികമായും എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും. ഒരു അഭിപ്രായം വരുമ്പോൾ അതിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും. അത് മുഴങ്ങി കേൾക്കുകയും ചെയ്യും. CPM-ൽ അത് സാധ്യമല്ല. അങ്ങനെ എതിരഭിപ്രായം പറഞ്ഞാൽ 55 വെട്ടുവെട്ടിക്കൊള്ളുന്ന പാർട്ടിയാണ് CPM. ഇന്നോവ തിരിയും മുറ്റത്തേക്ക്. കോൺഗ്രസിൽ അത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്, ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ജനുസ് തന്നെ, കോൺഗ്രസ് പാർട്ടിയുടെ ജനസ് തന്നെ ഒരു ജനക്കൂട്ടത്തിൻ്റെതാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, പാർട്ടികൾക്കപ്പുറത്ത് ഇതിനെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നവർക്കാണ്. അത് ആഭ്യന്തര വകുപ്പിനാണ്. അതുകൊണ്ടാണ് മായാകൃഷ്ണന്റെ പോയിന്റിലേക്ക് ഞാൻ വന്നത്. പോലീസ് കൃത്യമായി ഇടപെട്ടു അത്രേ. അങ്ങനെയാണെങ്കിൽ മായാകൃഷ്ണൻ നോക്കൂ, മുൻ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാൾക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. അല്ലാതെ വെറുതെ മുഖമില്ലാത്ത ആളൊന്നുമല്ല. നാട്ടിൽ എല്ലാവർക്കും അറിയാം KM ഷാജഹാൻ ആരാണെന്ന്. ഞങ്ങൾ ഒരുപാട് ചർച്ചകളിൽ ഒരുമിച്ചിരുന്നിട്ടുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് CPM-കാർക്ക് നല്ല
നല്ലവണ്ണം അറിയാം ഷാജഹാൻ ആരാണ്, ഷാജഹാൻ എവിടം വരെ പോകും, എവിടെ പോയി ഒളിക്കുമെന്ന് CPM-കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. പഴയ തീർച്ചയായും ഷാജഹാൻ അടക്കമുള്ളവർ ഈ കേസിൽ പിടിക്കപ്പെടണം. ഈ കേസിൽ നീതിയുക്തമായ അന്വേഷണം തന്നെയാണ് വേണ്ടത്. നന്ദി അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുമള്ളി, ഒപ്പം അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ ചർച്ചയിൽ സഹകരിച്ചതിന്. ഏതായാലും സൈബർ ഗുണ്ടകളെ പോറ്റി വളർത്തുന്നതിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒട്ടും പിന്നിൽ അല്ല എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള വസ്തുതകൾ സൂചിപ്പിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ ചേരേണ്ട ഒരു ബോധ്യവും അതുതന്നെയാണ് ആ വിഷയത്തിൽ എന്ന് തോന്നുന്നു.